ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജംഷിദ. എൻ്റെ സ്ഥലം എറണാകുളമാണ്. ഞാനൊരു ഹൗസ് വൈഫാണ്. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 17th ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നാം ഇപ്പോൾ ഉള്ളത്. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് പൂർത്തിയാക്കിയവരാണ് ഇതിൽ അവതാരകരായി എത്തുന്നത്. ഇന്ന് ട്രെയിനിങ്ങിന് ഒരുപാട് മേഖലയിൽ ഇന്ന് ട്രെയിനിങ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും വർദ്ധിച്ചുകൊണ്ട് വരുന്ന ഒന്നാണ്. തീർച്ചയായും നമ്മൾ എല്ലാവരും വ്യത്യസ്തമായ നോളജ് ഉള്ളവരും സ്കില്ലുള്ളവരും ഒക്കെ തന്നെയാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാനും നമ്മുടെ പേഴ്സണാലിറ്റിയെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ എന്തിന് അധികം നമ്മൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഒരാളുടെ മുമ്പിൽ നല്ല രീതിയിൽ ഒന്ന് അവതരിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു പറ്റം ആൾക്കാർക്ക് ഒരു ക്ലാസ് എടുക്കുന്നതിനും ഒക്കെ ഈ ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായി നമ്മൾ എത്തപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. ഞാനും വിംബിൾ അക്കാദമിയിൽ എത്തപ്പെട്ടത് ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഞാൻ ഇന്നതിൽ സക്സസ് ആവുകയും ചെയ്തു. വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറും ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകനുമായ ഫൈസൽ സാറിന് ഞാൻ ഈ അവസരത്തിൽ വളരെയധികം നന്ദി പറയുന്നു. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഞങ്ങളുടെ ബാച്ചിലെ സ്റ്റുഡൻറ്റും ഞങ്ങളുടെ ക്ലാസ്മേറ്റുമായ ഹനീഷ് സാറാണ്. സാർ ഒരു ഇംഗ്ലീഷ് ട്രെയിനർ കൂടിയാണ്. സാറിനെയും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ സെക്ഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹനീഷ് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ജംഷിദ മാം, വളരെ സന്തോഷം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഹനീഷ്. ഞാനൊരു ഇംഗ്ലീഷ് ട്രെയിനറാണ്. മാത്രമല്ല വിംബിൾ അക്കാഡമി സംഘടിപ്പിച്ചു വരുന്ന പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സിന്റെ ബാച്ച് 17ത്തെ ഒരു സ്റ്റുഡൻറ്റും കൂടിയാണ്. അപ്പോൾ ഇന്ന് ഞാനാണ് ഈ ട്രെയിനേഴ്സ് ടോക്കിൽ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്. കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വഴക്ക്, അല്ലെ, സംഘർഷം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിന്റെ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുക, ഈ ഒരു ക്ലാസ്സിന്റെ ലക്ഷ്യങ്ങൾ, പേർപ്പസ്, ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് എന്താണ് കോൺഫ്ലിക്റ്റ്, അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ കോൺഫ്ലിക്റ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു 5 സ്റ്റൈലുണ്ട്. പിന്നെ ഈ കോൺഫ്ലിക്ട്സ് എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് എന്നുള്ള ക്ലാസ് ഞാനൊരു സ്റ്റോറി വഴി തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു സാങ്കല്പിക കഥാപാത്രം എടുക്കാം. രമേശ് എന്നൊരു പേര്. രമേശ് വളരെയധികം സ്കിൽഡ് ആയിട്ടും വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടൊരു വ്യക്തിയാണ്. അദ്ദേഹം പുതിയതായിട്ട് ഒരു ഫ്രഷറാണ്. ആളൊരു ജോലി സ്ഥലത്ത് ജോയിൻ ചെയ്തു. ഒരു മാസം 2 മാസമൊക്കെ കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ആളുടെ കൊളീഗ്സ്, മറ്റുള്ള ആൾക്കാർക്കൊക്കെയും എന്തൊക്കെയോ പ്രിവിലേജസ് കൂടുതലുണ്ട്. അവർക്ക് ശനിയാഴ്ച വർക്ക് ചെയ്യേണ്ട, അവർക്ക് ചില ഫയൽസിനോടുള്ള ആക്സസ് ഉണ്ട്. അപ്പൊ ഇവൻ അതൊന്നുമില്ല. അപ്പോ രമേശ് പോയിട്ട് മാനേജറോട് ചോദിച്ചു, എന്താണ് എനിക്ക് ഇതിന്റെ ചില ഫയൽസിനൊന്നും ആക്സസ് ഇല്ലാത്ത, എന്താണ് എനിക്ക് മാത്രം ശനിയാഴ്ച വരേണ്ടി വരുന്നത്, എനിക്ക് മാത്രം എന്താണ് ഡ്യൂട്ടി ടൈം കൂടുതൽ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മാനേജർ എന്ത് ചെയ്തു, അതിപ്പോ നിനക്ക് അതിലേക്കുള്ള ആക്സസ് ഒന്നും ഇല്ല, തൽക്കാലം ജോലി ചെയ്യുമെന്ന് പറഞ്ഞു വിട്ടു. പിന്നെ ഇവന് അങ്ങോട്ട് ചില തോന്നലുകൾ തോന്നുകയാണ്. അവനിവിടെ ആ ജോലി സ്ഥലത്ത് ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല, അവന് വാല്യൂ ചെയ്യപ്പെടുന്നില്ല, അവൻ അവിടുത്തെ ഒരു അംഗമല്ല എന്നൊക്കെയും കുറച്ച് കോൺഫ്ലിക്ട്സ് അവനെങ്ങനെ മനസ്സിൽ തോന്നുകയാണ്. ഓക്കെ, അതിന്റെ റിസൾട്ടായിട്ട് എന്തായി, അവൻ ജോലിയിൽ നിന്ന് മടി പിടിക്കാൻ തുടങ്ങി. അവൻ ആത്മാർത്ഥത്തോടു കൂടി ചെയ്യുന്നതൊക്കെ നിർത്തി. അവൻ മീറ്റിങ്ങിനൊന്നും വിളിച്ചാൽ വരാതായി. ആ മാനേജറായിട്ട് കോപ്പറേറ്റ് ചെയ്യാതെയായി. ഇനി മീറ്റിങ്ങിന് വന്നാൽ തന്നെ അവനൊരു ഉത്സാഹമില്ല, ഇൻപുട്ട് ഒന്നും തരാതെയായി. ഇത് നമ്മുടെ മാനേജർ നോട്ടീസ് ചെയ്തു. ഒരു ദിവസം മാനേജർ അവനെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, എന്താ പറ്റിയേ രമേശ് എന്ന് ചോദിച്ചു.
രമേശ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കിവിടെ ഇങ്ങനെ തോന്നുന്നു, എനിക്കിവിടെ മറ്റുള്ളവരുടെ പോലെ പ്രിവിലേജസ് ഒന്നും ഇല്ലെന്ന് പറയാം. അപ്പൊ മാനേജർ പറയാണ്, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ വരുന്നേ. നീ ഇവിടെ ഫ്രഷറാണ്, 2 മാസമല്ലേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ മറ്റുള്ളവരൊക്കെ ഇവിടെ 1 വർഷത്തോളം ജോലി ചെയ്ത ആൾക്കാരാ. അപ്പൊ നമുക്ക് നമ്മുടെ കമ്പനിക്ക് ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് നിയമങ്ങളൊക്കെ പാലിക്കാനുണ്ട്. ഈ വേറെ ഡിപ്പാർട്ട്മെന്റിൽ നോക്കിക്കോ, നിന്നെ പോലെ ചേർന്നവർക്കൊക്കെയും ചില ഫയൽസിന് ആക്സസ് ഇല്ല, അവർക്ക് സാറ്റർഡേ വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവനോട് പ്രോപ്പറായിട്ട് അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. അതേപോലെ തന്നെ അവന് ഓവർ വർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയ മാനേജർ അവന് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് 1-2 ആൾക്കാരെ സഹായിക്കാനും പറഞ്ഞു. ഇതുവഴി നമ്മുടെ രമേശ് വളരെ ഹാപ്പിയായി. അവൻ മുമ്പത്തേക്കാളും ഊർജത്തോടു കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങി, സഹകരിക്കാൻ തുടങ്ങി. ഇതാണ് ഒരു ടിപ്പിക്കൽ കോൺഫ്ലിക്റ്റിന്റെ ഒരു കേസ് വരുന്നത്. ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ ഉണ്ടാകുന്നു, അതിനുണ്ടാവാനുള്ള കാരണം തുടക്കത്തിൽ തന്നെ മാനേജർക്ക് അത് പറഞ്ഞെങ്കിൽ മതിയായിരുന്നു. പക്ഷെ അത് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഫെയിലായി. അവൻ ഓരോന്ന് ആലോചിച്ച് കൂട്ടാൻ തുടങ്ങി, അവന് ജോലി ചെയ്യാതിരിക്കാൻ തുടങ്ങി. അവസാനം ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് വഴി വെച്ചപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതലായിട്ട് അവൻ ജോലി ചെയ്യാൻ തുടങ്ങി. ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്, കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പൊ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് അഭിപ്രായ വ്യത്യാസങ്ങള്, സംഘർഷങ്ങള്, വഴക്കൊക്കെയും നമുക്ക് മിക്ക സ്ഥലത്തും ഉണ്ട് അല്ലെ. വർക്ക് പ്ലേസിൽ ഉണ്ടാവും, നമ്മുടെ റിലേഷൻഷിപ്സിൽ ഉണ്ടാവും, നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുണ്ടാവും, ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും, ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ സാധാരണയാണ്. എന്നാ ശരിക്കും കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ശരിക്കും കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണോ? എന്താ തോന്നുന്നത്? ജംഷിദ മാം എന്താ തോന്നുന്നത്? കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ആണോ, വഴക്കുണ്ടാവുക എന്നുള്ളത്? ഓക്കെ, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്നുള്ളത് യൂഷ്വൽ ആണ്, പക്ഷെ അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കോൺഫ്ലിക്റ്റ് പ്രോബ്ലം ആയിട്ടാണോ താങ്കൾ കണക്കാക്കുന്നത്? ഓക്കെ, അല്ല, കോൺഫ്ലിക്റ്റ് ഒരു കൺഫ്യൂഷൻ ആണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോബ്ലം ആയിട്ട് കണക്കാക്കപ്പെടുന്നില്ല. അപ്പൊ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള കാരണം ഒന്നില്ലെങ്കിൽ നമുക്ക് അവിടെ സ്യൂട്ടബിൾ അല്ലാത്തൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ആ കോൺഫ്ലിക്റ്റ് വരാൻ കാരണം. ഓൾസോ ഒരു നല്ലൊരു ചേഞ്ചിന്, ഒരു പോസിറ്റീവ് ചേഞ്ചിന് സമയമായി എന്ന് കാണിക്കുന്ന ഒരു സിഗ്നലും കൂടിയാണ് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോ ആ കോൺഫ്ലിക്റ്റ് അന്നേരം നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു പ്രോബ്ലത്തിലേക്ക് നയിക്കും. അപ്പൊ കോൺഫ്ലിക്റ്റ് ആസ് സച്ച് അതൊരു പ്രോബ്ലം അല്ല, അതൊരു ചേഞ്ച് വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിഗ്നൽ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു 2018 ടൈമിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിരുന്നു. ഞാൻ ഇംഗ്ലീഷ് ട്രെയിനർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് അതൊരു വലിയൊരു ബ്രാൻഡ് ആയിരുന്നു, ഒത്തിരി ബ്രാഞ്ചസ് അതിനുണ്ടായിരുന്നു. ഡൽഹിയിലായിരുന്നു അത്, ഡൽഹിയിൽ തന്നെ 8 ബ്രാഞ്ച് ഉണ്ട്. ഡൽഹിക്ക് അപ്പുറം ഇവിടെ ഹൈദരാബാദ്, ബാംഗ്ലൂർ, അതേപോലെ പൂനെ, കൊൽക്കത്ത, ഗുജറാത്ത്, ഇവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് ബ്രേക്ക് ടൈമിലൊക്കെ ഞാൻ എപ്പോഴും അവിടുത്തെ എന്റെ കൂടെ സഹപ്രവർത്തകര് എപ്പോഴും ഈ മാനേജ്മെന്റിന് കുറ്റം പറഞ്ഞ കാണാം. പിള്ളേരോട് അവർക്ക് ആത്മാർത്ഥതയൊന്നുമില്ല പഠിപ്പിക്കുന്നത്. പിള്ളേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടാസ്ക് കൊടുത്തിട്ട് ടീച്ചർ ഇങ്ങോട്ട് പുറത്തു പോരും. കുറച്ചു നേരം പിന്നെ ഇവരുടെ മീറ്റിംഗ്സ് ഉണ്ടാകുമ്പോഴൊക്കെയും ഓരോ മാസം പുതിയ പുതിയ മുഖങ്ങളാണ്. അപ്പൊ കോൺസ്റ്റന്റ്ലി അവരവർ റിസൈൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ പതുക്കെ എനിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ അന്ന് ഇത്രയും മാത്രം ബ്രാഞ്ചസ് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം ഇന്ന് ഇപ്പം 2024 ബാംഗ്ലൂർ, ഹൈദരാബാദ്, കൊൽക്കത്ത, ഗുജറാത്ത് എല്ലാം അവര് ഷട്ട് ഡൗൺ ചെയ്യും. ഡൽഹിയിൽ തന്നെ 8 ബ്രാഞ്ചസ് ഉണ്ടായിരുന്നത് ഇന്നിപ്പം 3 ബ്രാഞ്ചസ് ആയിട്ട് ചുരുങ്ങി. ഇത് റിയൽ സംഭവമാണ്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കോൺഫ്ലിക്ട്സ് അവിടെ ഉണ്ടായപ്പോ ഇവരതിനൊന്നും ആക്ഷൻ എടുത്തില്ല. അപ്പൊ നോക്കൂ, ഒരു ഇത്രയും വലിയൊരു സ്ഥാപനങ്ങളെ എങ്ങനെയാണ് അധപതിച്ചത്? ആ കോൺഫ്ലിക്റ്റ്, എംപ്ലോയീസിന്റെ കോൺഫ്ലിക്റ്റ് നേരാവണ്ണം മാനേജ് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രോബ്ലം. നേരെ മറിച്ച് അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യപ്പെട്ടാല് നമുക്ക് ഉണ്ടാവുന്ന റിസൾട്ട്സ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇനി നമുക്കിനി ഈ കോൺഫ്ലിക്ട്സിന്റെ കാരണങ്ങൾ നോക്കാം. കോസസ് നിർണ്ണയിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസസ് ഇറങ്ങിയാലേ നമുക്ക് സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ തന്നെ ഒരു പ്രോബ്ലം വരുന്നതാണ് പുവർ കമ്മ്യൂണിക്കേഷൻ. ഒരു ഓർഗനൈസേഷനിൽ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ്. ഇതൊരു റിയൽ എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു സ്ഥലത്ത് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത സമയത്ത് അത് പുതിയതായിട്ട് തുടങ്ങിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ ടീച്ചിങ് സ്റ്റാഫ് തന്നെ ഒരു 15 പേരുണ്ടായിരുന്നു. അതിൽ നിന്നൊരു 3 പേരും മാനേജറും എപ്പോഴും ഡിസ്കഷൻസ് ആണ്. അവരെപ്പോഴും മീറ്റിങ്ങിന് റൂമിൽ. അപ്പൊ ഞങ്ങളൊക്കെ അവിടെ പറയും അവര് മാനേജറിന്റെ വലം കൈകളാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ പ്രശ്നം രൂക്ഷമാവുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പബ്ലിക് ഹോളിഡേ വരാം 2-3 മാസം കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട്. അപ്പൊ ഈ പബ്ലിക് ഹോളിഡേ വരുന്നതിന്റെ ഒരു 2 ആഴ്ചക്ക് മുമ്പായിട്ട് ഇവര് മീറ്റിംഗ് ഇടയ്ക്ക് ഇവർക്ക് മീറ്റിംഗ്, ഈ 3 പേർക്കും മാനേജർക്കും ഇടയിൽ. അപ്പൊ ഞങ്ങൾ ഇത് എന്താണാവോ എന്ന് വെച്ചു. പിന്നെ ഇവർ വളരെ തിരക്കിലാണ്, ഫോം വിളിക്കുന്നു, ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം, ഓർഡർ കൊടുക്കുന്നു, ഫുഡ് ഓർഡർ ചെയ്യണം, ഇത്ര ആൾക്കാർ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ അനീഷ് സാറ് പറയും. ഞാൻ അങ്ങനെ പറയുന്നു പറയും. അപ്പൊ അവിടെ ഒളിപ്പിച്ച് വെക്കുന്ന പോലെ തോന്നി, എനിക്കൊരു ഫീലിംഗ് എനിക്ക് അങ്ങനെ കിട്ടി. അപ്പൊ പബ്ലിക് ഹോളിഡേ വരികയല്ലേ, ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ പ്ലാൻസ് പ്ലാൻ ചെയ്യുകയാണ് അല്ലെ, ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോവാം, ഫാമിലി ആയിട്ടുള്ളവർ അങ്ങനെ പ്ലാൻ ചെയ്തു ഓരോരോ കാര്യങ്ങൾ. ഇവര് ഒരു ദിവസം മുമ്പ് പിന്നെ ഒരു മീറ്റിംഗ് പെട്ടെന്ന് വിളിച്ചിട്ട് പറയാണ്, ഇത്തവണത്തെ പബ്ലിക് ഹോളിഡേ നമുക്ക് ഇവിടെ ക്ലാസ് ഉണ്ടാവും, ക്ലാസ് അല്ല ഇവിടെ ഓഫീസിൽ ഇവിടെ വരണം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയതല്ലേ, അപ്പൊ അതിന് കുറച്ച് പബ്ലിസിറ്റി കിട്ടാനായിട്ടുള്ള. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ ഇത് 2 ആഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അറിയിക്കുന്നത് തലേ ദിവസം. അപ്പൊ ഞങ്ങൾക്ക് പ്ലാൻസ് പിന്നെ മാറ്റേണ്ടതായിട്ട് വന്നു. ആദ്യമായിട്ട് ഞങ്ങൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരുമല്ല ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഇവര് 3 പേർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് ബാക്കിയുള്ള എല്ലാവർക്കും തോന്നുന്ന ഒരു സമയം. ഓക്കെ, അപ്പൊ ഇത് എവിടെയെങ്കിലും സംഭവിക്കും, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിന്റെ. നമ്മൾ മാറ്റി നിർത്തപ്പെടുക എന്നുള്ളൊരു തോന്നല്, നമ്മൾക്ക് പ്രോപ്പർ ആയിട്ടൊന്നും മെസ്സേജ് നമ്മളിലേക്ക് ആവുന്നില്ല, ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്നാണെങ്കിൽ അതൊരു മേജർ ഇഷ്യൂ ആയിട്ട് വരും, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോഴും കാര്യങ്ങളൊക്കെ. ഇതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ഒരു കോസാണ് വീക്ക് ലീഡർഷിപ്പ്. നമ്മളെ ഗൈഡ് ചെയ്യുന്ന മാനേജറോ നമ്മുടെ ടീമിന്റെ ലീഡറോ ഒന്നും പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിൽ അവിടെ കോൺഫ്ലിക്ട്സ് വരുന്നുള്ളത് ഉറപ്പാണ്. അതും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 3-4 ഫ്രഷേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ തുടക്കത്തിലൊക്കെ ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ ഒരുമിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറയായിരുന്നു. പിന്നെ മുതൽ ഇവരെ കാണാതായി തുടങ്ങി. അപ്പൊ ഇവർ പോയിട്ട് കമ്പ്യൂട്ടർ ലാബിൽ പോയിട്ട് വിളിച്ചിരിക്കും, ഈ ഫ്രഷേഴ്സ് എല്ലാവരും കൂടെ. അപ്പൊ ഞങ്ങളുടെ സ്റ്റാഫ് റൂം അപ്പുറത്ത് മാനേജറുടെ റൂമുണ്ട്, ഞങ്ങളവിടെ ഗ്ലാസ് വെച്ചിട്ടാണ്, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റും. അപ്പൊ ഇവരോട് ചോദിച്ചു, ഇങ്ങനെ ഇപ്പൊ എന്താ നിങ്ങൾ അവിടെ വന്നിരിക്കാതെ, സംസാരിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ. അതുണ്ടല്ലോ സാറേ, ഞങ്ങൾ അവിടെ ഇരിക്കുന്ന കണ്ട അന്നേരം ആ സാറേ മാനേജർ ഞങ്ങൾ വിളിച്ചിട്ട് ആളുടെ ജോലിയും കൂടി ഞങ്ങൾക്ക് തരും, പിന്നെ ഞങ്ങളുടെ ജോലി ഞങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ പുള്ളി ഒന്നും ചെയ്യില്ല, പുള്ളി മറ്റുള്ളവർക്ക് ജോലി കൊടുത്തോണ്ടിരിക്കും. ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. പുവർ ലീഡർഷിപ്പ്, എങ്ങനെ വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യപ്പെടണം, എനിക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്റെ ക്ലാസ് ഒഴിവാക്കിയിട്ട് വേറെ ക്ലാസ് എടുക്കാൻ പറയുക. അപ്പൊ എന്റെ കോൺട്രാക്ട് ബേസിസിലുള്ള ക്ലാസ് എനിക്ക് എടുക്കാതെ ആളുടെ ഇൻസ്ട്രക്ഷൻ കേട്ടുകൊണ്ട് എനിക്ക് എടുക്കേണ്ടതായിട്ടുള്ള ക്ലാസ് എടുക്കേണ്ടി വരിക. വളരെ ബുദ്ധിമുട്ടായിരിക്കും ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇല്ലാത്ത ആൾക്കാർ നമ്മളെ ലീഡ് ചെയ്യാൻ നിന്നാൽ. ഇത് കോൺഫ്ലിക്ട്സിന് വഴിവെക്കും. പിന്നെ നമുക്ക് മറ്റ് ഫെസിലിറ്റീസ് ഇല്ലാത്തത്, ഇപ്പൊ ഞാനൊരു IELTS ട്രെയിനറാണ്, അപ്പൊ എനിക്ക് റീഡിങ്ങിനും ലിസണിങ്ങിന്റെ ഒക്കെയും മെറ്റീരിയൽസ് വേണം, ഇഷ്ടം പോലെ വേണം. അപ്പൊ ഇതൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടായിരിക്കും അഡ്മിഷൻ എടുക്കുന്നത്. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. തരാം എന്ന് പറയുന്നല്ലാണ് ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്ട്, ഞാനും പിള്ളേരും ഞാനും മാനേജ്മെന്റും ഒക്കെ തമ്മിൽ കോൺഫ്ലിക്ട്. പിന്നെ സാലറിയുടെ കാര്യം നമുക്കറിയാം അല്ലെ, പലപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിന്റെ ഒരു മുഖ്യമായിട്ടൊരു സംഭവമാണ് ഈ പിന്നെ സാലറിയിലുള്ളത് അല്ലെ. ഒരേപോലത്തെ എലിജിബിലിറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ചിലപ്പോൾ സാലറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻക്രിമെന്റ് ചിലപ്പോൾ നമുക്ക് കിട്ടില്ല എന്ന് വരും, കോൺഫ്ലിക്റ്റിന് നയിക്കും. അതും വേറൊരു കാര്യം ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുമാണ്. എന്തുകൊണ്ടില്ല, എന്തുകൊണ്ട് മറ്റൊക്കെ കൊടുത്തു, അതൊക്കെ അതിനുള്ള പ്രശ്നമാണ്. അപ്പൊ നമുക്ക് ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, നമ്മുടേതായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെയും ഒരു വ്യത്യാസങ്ങൾ വരുമ്പോഴൊക്കെയും കോൺഫ്ലിക്ട്സിന് വഴിയൊരുക്കും. ഓക്കെ, ഇപ്പൊ എന്താ കോൺഫ്ലിക്ട്സിന്റെ കോസ് എന്താന്ന് മനസ്സിലായി അല്ലെ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോസ് വർക്ക് പ്ലേസിൽ തന്നെ ആവണമെന്നില്ല, ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കോൺഫ്ലിക്ട് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ ഉണ്ടായിരിക്കുന്നത്? ഇതിനോട് ബന്ധപ്പെടുത്തിട്ട് വേറെ ഏതെങ്കിലും കാരണോ എന്തെങ്കിലും?
ഉണ്ടായിട്ടുണ്ടോ കോൺഫ്ലിക്ട്സ്? ഉണ്ടായിട്ടുണ്ട് സർ. ഉണ്ടായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് കാണാം. ഇപ്പൊ ടൈപ്സ് എന്ന് പറഞ്ഞാല് ഒരു 3-4 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത് വരുന്നത് ഇൻട്രാ പേഴ്സണൽ കോൺഫ്ലിക്റ്റ് ആണ്. നമ്മുടെ മനസ്സിൽ തന്നെ വരുന്ന തോന്നുന്ന കോൺഫ്ലിക്ട്സ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ രമേശിനെ കണ്ടില്ലേ, അവന് തോന്നുമായിരുന്നു അല്ലെ, അവന് എന്തോ പ്രിവിലേജസ് ഒക്കെ മറ്റുള്ളവർക്ക് ഉണ്ട്, അപ്പൊ അവനില്ലാത്ത കാരണം അവന് തോന്നുകയാണ് അവനവിടെ റെസ്പെക്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത്. അങ്ങനത്തെയാണ് ഇൻട്രാ പേഴ്സണൽ. പിന്നെ ഇന്റർപേഴ്സണൽ വരുന്നുണ്ട് രണ്ടാമത്തെ. ഇന്റർപേഴ്സണൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഈ സുമേഷും രമേഷും എന്ന് പറഞ്ഞ 2 ആൾക്കാരെ എടുത്താല്, സുമേഷും രമേഷും ഒക്കെ ഒരേ സമയത്ത് ജോലിയിൽ പ്രവേശിച്ചു, ഒരേ ക്വാളിഫിക്കേഷൻസ്, ഒരേ എലിജിബിലിറ്റി, ഒരേ ടൈപ്പ് ഓഫ് വർക്ക്, ഒരേ ഡെസിഗ്നേഷൻ. പക്ഷെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുകയാണ് എനിക്കില്ലാത്ത എന്തൊക്കെയോ പ്രിവിലേജസ് അവർക്കുണ്ട്, അല്ലെങ്കിൽ അവർക്കില്ലാത്ത എന്തൊക്കെയോ പ്രിവിലേജസ് ഇവർക്കുണ്ടെന്ന് തോന്നാം. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അതുവഴി അവർ മിണ്ടാതിരിക്കുന്നു. അവർക്കൊരു എന്താ പറയാ, അവർക്ക് തമ്മിലൊരു കോമ്പറ്റീഷൻ വരികയാണ്. അപ്പൊ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഇഷ്ടമല്ല, അങ്ങനെ ഒരു കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ഇതാണ് ഇന്റർപേഴ്സണൽ വരുന്നത്. അതേപോലെ തന്നെ ഇന്റർ ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പുകൾ ചിലപ്പോൾ ഫോം ചെയ്തിട്ട് അങ്ങനെ ഒരു ഇത് ഓർഗനൈസേഷണൽ കോൺഫ്ലിക്ട്സ് വരും, ഓർഗനൈസേഷൻ തമ്മിലുള്ളത്. ഇപ്പൊ നമ്മുടെ മൈ ബോസ് സിനിമയിലൊക്കെ നമ്മുടെ അവിടെ മമതാ മോഹൻദാസും അതിലത്തെ വില്ലനും ആയിട്ടുള്ളൊരു ഒരേ ഓർഗനൈസേഷൻ തന്നെയാണ്, പക്ഷെ എന്നാലും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇങ്ങനെ പലതരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഓക്കെ, ഇനി ഇഫക്റ്റ് ഓഫ് കോൺഫ്ലിക്ട്സ്. നേരത്തെ പറഞ്ഞതുപോലെ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് as such ഒരു പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട, പക്ഷെ അത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ദോഷം, അതിന് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കോൺഫ്ലിക്ട്സിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ഇഫക്റ്റാ പറയണം. ഒന്ന് കൺസ്ട്രക്റ്റീവ് കൺസ്ട്രക്റ്റീവ് ഇഫക്റ്റ്, 2 ഡിസ്ട്രക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയും. ഓക്കെ, അല്ലെ ഡിസ്ട്രക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിന്റെ പരിണിത ഫലം ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും, ബുദ്ധിമുട്ടുള്ളതായിരിക്കും. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ലാബിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ. അപ്പൊ അവിടെ അവിടുത്തെ ഒരു വ്യക്തി എന്റെ ഫ്ലാറ്റ്മേറ്റും ആയിരുന്നു, ഫ്ലാറ്റിലും ഉണ്ടായിരുന്നു, ഒരുമിച്ച് താമസമായിരുന്നു, ജോലി സ്ഥലത്തും ഉണ്ട്. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്താണ് ഇവൻ എഴുന്നേറ്റ് വരിക. ഇപ്പൊ പോകുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പേക്ക് ആള് എഴുന്നേറ്റ് വരിക. എഴുന്നേറ്റോടെ എന്നോടൊരു ചോദ്യമാണ്, ഇനി അങ്ങോട്ട് പോണ്ടേ, കാരണം അവരങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അവിടെ പോയി കഴിഞ്ഞാല് ഒരാളോട് മിണ്ടില്ല, എന്നോടടക്കം മിണ്ടില്ല, ആരും അവനോട് മിണ്ടില്ല, കാരണം മുഖത്ത് ദേഷ്യഭാവമാണ്. ജോലി ചെയ്യുമ്പോൾ ഒരു അലക്ഷ്യമാണ്. ടെസ്റ്റ് ട്യൂബ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ചില മര്യാദകൾ പാലിക്കാം. ടെസ്റ്റ് ട്യൂബ് എടുത്താൽ നമ്മളത് ക്ലീൻ ചെയ്ത് വെക്കണം, എടുത്ത ആൾക്കാർ തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം, എന്നാലേ മറ്റേ ആൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ പുള്ളി അതൊന്നും പാലിക്കില്ല. പുള്ളികൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് അവിടെ ഇടും. അപ്പൊ ചില സമയത്ത് ഞാനത് ഉരുണ്ടു പോണ കാണാൻ അത് പൊട്ടിപ്പോവില്ലേ, പൊട്ടിപ്പോ പോട്ടെ അവർ മേടിച്ചോളുന്നായിരിക്കും മറുപടി. അപ്പൊ പുള്ളി ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. കാരണങ്ങളുണ്ട്, അതിൻ്റെതായ കാരണങ്ങൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ കോസസ് ഒക്കെ തന്നെ, ശമ്പളത്തിന്റെയും ഓവർ വർക്കും ഒക്കെയാണ് ആളുടെ കാര്യങ്ങൾ. ഓവർ ടൈമിന് പൈസ കിട്ടില്ല, അതൊക്കെയാണ് ആളുടെ റീസൺസ് വന്നിരുന്നത്. അപ്പോ ഇതാണ് നമുക്ക് കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഡിസ്ട്രക്റ്റീവ് ഇഫക്റ്റ് നയിക്കുന്നത് ധരിക്കുക, നമുക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യം വരില്ല, നമ്മൾ ആബ്സെന്റ് ആയിരിക്കും, സ്ട്രെസ്ഡ് ആയിരിക്കും, മോട്ടിവേറ്റഡ് ആയിരിക്കില്ല. ഇതിന്റെ ഒക്കെയും ഫലം എന്താ വരിക, നമ്മൾ തീരെ ജോലിയിൽ പ്രൊഡക്റ്റീവ് ആവില്ല. ഇനി നേരെ മറിച്ച് നമ്മള് മറ്റേ രമേശിനെ മാനേജർ ചെയ്തപ്പോൾ ഒരു സൊല്യൂഷനൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആ കോൺഫ്ലിക്റ്റ് പ്രോപ്പറായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇംപ്രൂവ്ഡ് സിറ്റുവേഷൻ ആയിരിക്കും. അതാണ് കൺസ്ട്രക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെ. എന്നെ കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ കൺസിഡർ ചെയ്തതിന് സൊല്യൂഷൻ കണ്ടെത്തി, ഐ ആം ഹേർഡ്, അല്ലെങ്കിൽ അവർ പ്രോബ്ലംസ് ആർ ഹേർഡ് എന്ന് കാണുമ്പോൾ തന്നെ, നമ്മൾ പരിഗണിക്കപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമ്മൾക്ക് സന്തോഷമായി, നമ്മൾ മോട്ടിവേറ്റഡ് ആയി. ഇതിന്റെ ഒക്കെ റിസൾട്ട് ആയിട്ട് മുന്നത്തേക്കാൾ കൂടുതൽ നമ്മൾ പ്രൊഡക്റ്റീവ് ആവുകയും ചെയ്യും. ഇതാണ് 2 ഇഫക്റ്റുകൾ. കൺസ്ട്രക്റ്റീവ് ഇഫക്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തണ്ട. ഐഡിയലി ഏതൊരു കോൺഫ്ലിക്റ്റ് നമ്മൾ സോൾവ് ചെയ്യാൻ നിൽക്കുമ്പോഴും സോൾവ് ചെയ്യേണ്ടി വരുമ്പോഴും അതിന്റെ കൺസ്ട്രക്റ്റീവ് ഇഫക്റ്റ് എങ്ങനെ നടത്താം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു കൺസ്ട്രക്റ്റീവ് ഇഫക്റ്റ് നല്ലതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങാനുണ്ടോ ജോലി സ്ഥലത്ത്? ഓക്കെ, എനിവേ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 5 സ്റ്റൈൽസ് ഓഫ് കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, തോമസ് കിൽമാൻ കോൺഫ്ലിക്റ്റ് മോഡ് ഇൻസ്ട്രുമെന്റ് എന്നാണ് അതിനെ പറയുന്നത്. 5 സ്റ്റൈൽസ്, പല അപ്രോച്ചസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് 3 ടേംസ് പരിചയപ്പെടാറുണ്ട്. ഔട്ട്കംസ്, വിൻ വിൻ ഔട്ട്കം.
ഇപ്പൊ രണ്ടുപേര് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ വിൻ വിൻ, രണ്ടുപേരുടെയും പരിഗണിക്കപ്പെടും, രണ്ടുപേരും അവിടെ വിന്നായി. പിന്നെ ലൂസ് ലൂസ് ഔട്ട്കം. അപ്പൊ ലൂസ് എന്ന് പറയുമ്പോൾ തോൽക്കാന്ന് അർത്ഥമില്ല, ഒന്നില്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും പരിഗണിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് സോൾവ് ആയി, രണ്ടുപേർക്കും ഓക്കെയാണ്, അവർ മനസ്സിലാക്കി അവരുടെ കോൺഫ്ലിക്റ്റ് രണ്ടും കാര്യമില്ലാത്ത കാര്യമാണെന്ന് മനസ്സിലായി, അപ്പൊ അത് സോൾവ് ചെയ്തപ്പെട്ടു. പിന്നെ വിൻ ലൂസ്, ഒരാളുടെ ശരി ഒരാൾ ലൂസ് ചെയ്തു. അപ്പൊ 5 സ്റ്റൈൽസിൽ ആദ്യത്തെ വരുന്നത് കമ്പീറ്റിംഗ് സ്റ്റൈലാണ്. കമ്പീറ്റിംഗ് സ്റ്റൈലില് ഇപ്പൊ രണ്ടുപേരാണെങ്കിൽ ഒരു മാനേജർ ഒരു എംപ്ലോയി ആണെന്നാണെങ്കിൽ അവിടുത്തെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അസേർട്ടീവും കോപ്പറേറ്റീവും ആയിരിക്കില്ല. അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിശ്ചയദാർഢ്യം. കോപ്പറേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹകരണം. അപ്പൊ അതില് അങ്ങനെ ഒരു വളരെ അസേർട്ടീവ് ആയിരിക്കും, എന്നാൽ തീരെ കോപ്പറേറ്റീവ് ആയിരിക്കില്ല. അതിൽ ഒരാളുടെ ഒരു തീരുമാനം അങ്ങ് എടുക്കുക, അത്രേ ഉള്ളൂ. ആ മാനേജർ എന്താണോ പറയുന്നത് അത് അങ്ങോട്ട് കേൾക്കുക. മറ്റൊരാളുടെ കോൺഫ്ലിക്റ്റ് കേൾക്കുമായിരിക്കും, പക്ഷെ അവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു നടപടി ചിലപ്പോൾ എടുക്കേണ്ടി വരും. അതാണ് കമ്പീറ്റിംഗ് സ്റ്റൈൽ വരുന്നത്. അടുത്തത് വരുന്നത് കൊളാബറേറ്റീവ് ആണ്. അത് അസേർട്ടീവും ആണ് കോപ്പറേറ്റീവും ആണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ രണ്ടുപേര് തമ്മിലുള്ളതിൽ മറ്റൊരാളുടെ വ്യൂസ് മറ്റയാൾക്ക് വിപരീതമാണെങ്കിലും അവരത് കേൾക്കാൻ തയ്യാറാണ്, അത് വെൽക്കം ചെയ്യുക അവര്. എന്നിട്ട് എന്താണ്ടാവുന്ന വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ അതും കൺസിഡർ ചെയ്ത് അവിടെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് വരിക രണ്ടുപേർക്കും. അപ്പൊ ഇവിടെ ഒരു കൂടുതൽ സൊല്യൂഷൻസും ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യുക. ഓക്കെ, അതാണ് കൊളാബറേറ്റീവ് സ്റ്റൈൽ എന്ന് പറഞ്ഞത്. മൂന്നാമത് വരുന്നതാണ് കോംപ്രമൈസിങ്. ഇപ്പൊ കോംപ്രമൈസ് വെച്ചാൽ മോഡറേറ്റ്ലി അസേർട്ടീവ് ആൻഡ് മോഡറേറ്റ്ലി കോപ്പറേറ്റീവ്. ഇപ്പൊ രണ്ടുപേരായാലുണ്ടെങ്കിൽ രണ്ടുപേരുടെയും പാർഷ്യലി സോൾവ് ചെയ്ത് കൊടുക്കും നമ്മൾ കാര്യങ്ങൾ. അപ്പൊ അത് താൽക്കാലികമാണ്. താൽക്കാലികം എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടൊരു സൊല്യൂഷൻ പിന്നീടായിരിക്കും ഉണ്ടാവുക. അപ്പൊ തൽക്കാലത്തേക്ക് വേണ്ടിയിട്ടാണ് അത് പോകുന്നത്. അതാണ് കോംപ്രമൈസിങ്. പിന്നെ നമുക്ക് വരുന്നതാണ് അക്കോമഡേറ്റിംഗ്. അക്കോമഡേറ്റിംഗ് സ്റ്റൈലില് അത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസേർട്ടീവ് ആയിരിക്കില്ല, ഒപ്പം തന്നെ ഹൈലി കോപ്പറേറ്റീവ് ആയിരിക്കും. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമോഷൻസിന് കൂടുതൽ വാല്യൂ കൊടുക്കുക, റിലേഷൻഷിപ്സിന് വാല്യൂ കൊടുക്കുക. അവിടെ സമാധാനത്തിന്, പീസ് ലവേഴ്സും ഒക്കെയും ഈ അക്കോമഡേറ്റിംഗ് സ്റ്റൈലിലേക്ക് ആയിരിക്കും പോവുക. അവര് വിട്ടുകൊടുക്കും. അങ്ങനത്തെ സ്റ്റൈലാണ് ഇതിൽ വരുന്ന ഇത് അക്കോമഡേറ്റിംഗ് സ്റ്റൈല്. അവസാനത്തെ സ്റ്റൈല് അഞ്ചാമത്തെയാണ് അവോയ്ഡിങ്. അവോയ്ഡ് എന്ന് വെച്ചാൽ അവര് അസേർട്ടീവ് ആയിരിക്കില്ല, പിന്നെ കോപ്പറേറ്റീവ് ആയിരിക്കില്ല, ഇവര് അത് കേട്ടൊന്നും വെക്കില്ല, അത് അവോയ്ഡ് ചെയ്യും. അപ്പൊ എന്താ അവോയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് അത് സോൾവ് ചെയ്യാനായിട്ടുള്ള അധികാരം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ വേണ്ടി വരും. അപ്പൊ ഡിലേഡ് റെസ്പോൺസ് ആണ്. ഇത് കൂടുതലായിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, കാരണം കൂടുതൽ അത് ഡിലേഡ് റെസ്പോൺസ് ആയത് തന്നെ അതിങ്ങനെ ഡിലേ ചെയ്ത് വെക്കും തോറും അത് പ്രശ്നത്തിലേക്ക് നയിക്കും. നമ്മൾ ചില HR-നോടൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർ അടുത്ത മാസം ചെയ്യാട്ടോ, അടുത്ത മാസം ചെയ്യാന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് കാണാം അല്ലേ. അപ്പൊ അത് പ്രോപ്പറായിട്ട് അന്നേരം ആക്ഷൻസ് എടുക്കാത്തതുകൊണ്ടുള്ള അപ്പൊ അവോയ്ഡ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റൈൽ ഏതാണെന്ന് തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണെന്ന് തോന്നുന്നത്? 5 എണ്ണത്തില് ശരിക്കും പറഞ്ഞാല് ഈ 5 എണ്ണത്തിൽ അങ്ങനെ ബെസ്റ്റ് വൺ എന്ന് പറയാനായിട്ടില്ല, ഏറ്റവും ചെന്ന് പറയാനുള്ളതില്ല. ഓരോ സാഹചര്യത്തിനനുസരിച്ചായിരിക്കും. ചിലപ്പോൾ അത് പേഴ്സണാലിറ്റി ആയിട്ടും ബന്ധം ഉണ്ടാവും. ഇപ്പൊ എന്റെ കാര്യം എടുക്കുകയാണെന്നാണെങ്കിൽ ഞാൻ എന്റെ ഫാമിലി റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മിക്കവാറും അക്കോമഡേറ്റിംഗ് ആയിരിക്കും, കാരണം വിട്ടുകൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും. എന്നാൽ ഫ്രണ്ട്സ് ഒക്കെ തമ്മിൽ ചിലപ്പോൾ കോംപ്രമൈസിങ് ആയിരിക്കും, പാർഷ്യലി ആയിരിക്കും. ജോലി സ്ഥലത്തൊക്കെ ഒരു പക്ഷെ ഞാൻ കോമ്പീറ്റിംഗ് ആയിരിക്കും. സാഹചര്യം അനുസരിച്ചാണ് അത് ചെയ്യുക, അല്ലാതെ ഇന്നത് ബെസ്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ടില്ല. ഓക്കെ, 5 സ്റ്റൈലുകൾ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന കോൺഫ്ലിക്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യുന്നതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞത് കോസസ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ കോസസ് ശരിയായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതേ കോസസ് എന്ന് വെച്ചാൽ കാരണങ്ങൾ. അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, വീക്ക് ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ അടുത്തത് നമുക്ക് എപ്പോഴും മനസ്സിലെന്താ വേണ്ട, ഒരു കൺസ്ട്രക്റ്റീവ് ഇഫക്റ്റ് വേണമെന്നായിരിക്കും. കോൺഫ്ലിക്റ്റ് വന്നാൽ അത് പോസിറ്റീവായിട്ട് നമുക്ക് എങ്ങനെ ആക്കിയെടുക്കാം എന്നാണ് അല്ലേ. അപ്പോ ഒരു കൺസ്ട്രക്റ്റീവ് ഇഫക്റ്റ് വരാനായിട്ട്
തടസ്സമുള്ള ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. അടുത്തത് എന്തൊക്കെയാണ് അത് ഒരു കൺസ്ട്രക്റ്റീവ് ഇഫക്റ്റ് വരാനായിട്ട് എന്താണ് തടസ്സമായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഏതൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത് എല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ അവിടെ വരുന്ന ആരായിട്ടാണോ കോൺഫ്ലിക്റ്റ്, എംപ്ലോയീസ് ആണെന്നാണെങ്കിലും ശരി, അവരോടൊക്കെയും വളരെ ഓപ്പൺ ആയിട്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തുക. എല്ലാ ഐഡിയാസും നമ്മൾ വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. എല്ലാം കേൾക്കുക. ഓക്കെ. പിന്നെ എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട കാര്യം നമ്മുടെ ലക്ഷ്യം കൺസ്ട്രക്റ്റീവ് ഇഫക്റ്റ് വരുത്തുക എന്നുള്ളതായിരിക്കണം ആ രീതിക്ക്. ഇനി നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഇൻട്രാ പേഴ്സണൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന നമുക്ക് ഉണ്ടാവുന്ന ചില കോൺഫ്ലിക്ട്സ് ഉണ്ട്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെയാ സോൾവ് ചെയ്യാൻ നോക്കാം. ഓക്കെ. അതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ റൈറ്റ് ഡൗൺ യുവർ തോട്ട്സ്. എന്താ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ അത് എഴുതി വെക്കുക അല്ലെ. ബ്രെയിൻ ഫോഗിനെ കുറിച്ചുള്ള ഇത് കാണുമ്പോൾ അവർ പറയുമല്ലേ, നമുക്ക് ക്ലാരിറ്റി ഇല്ലെന്നാണെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവാനായിട്ട് എഴുതുക. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ചിലതൊന്നും നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നും. അപ്പൊ ക്ലാരിറ്റി ഉണ്ടാവാനായിട്ട് എഴുതി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇതാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് എഴുതി വെക്കാം. ഇനി വേറൊരു ഇതെന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസമുള്ള ഒരാൾ, നമുക്ക് ഒരു ഇത് എടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ഒരാളെ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവര് പറയുന്നത് എന്തോ അത് കേട്ട് നമുക്ക് അനുസരിച്ച് അത് വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെ ചെയ്യാം. മൂന്നാമത്തെ വരുന്നത് നമ്മുടെ റോൾ എന്താന്നുള്ളതാണ്. പലപ്പോഴും ചില കോൺഫ്ലിക്ട്സിൽ നമ്മൾ ചെന്നുപെടും, പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളെ അത് ബാധിക്കുന്നുണ്ടാവില്ല. നമ്മളവിടെ ചെന്ന് പെട്ടതായിരിക്കും. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് അവിടെ റോളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറിയാൽ കാര്യം സോൾവ് ആയി. അടുത്തത് നമ്മുടെ ഓരോ പ്രോബ്ലത്തിനും ഓരോ ആക്ഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെയാണ് ഒരു 3 or 4 വേസ് ടു സോൾവ് ദ പ്രോബ്ലം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ കണക്കെടുത്തിട്ട് ഏറ്റവും ബെസ്റ്റ് മറ്റൊരാൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വേ നമ്മൾ തിരഞ്ഞെടുത്ത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കൂളിംഗ് ഓഫ് പീരീഡ് അല്ലെ, വളരെയധികം പെട്ടെന്ന് നമ്മളൊരു ഓവർവെൽമിങ് ഇമോഷണലൊക്കെ ആയിരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ മിക്കവാറും തെറ്റാവും. അപ്പോ ഒരു കൂളിംഗ് ഓഫ് പീരീഡ് ഉണ്ട്. 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ, 1 മുതൽ 2 ദിവസം വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എന്തും ആയിക്കോട്ടെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ശീലം പേഷ്യന്റ് ആയിട്ട് ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യുക. ഈ 2 ദിവസം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അത് ആവശ്യമില്ലാന്ന് തോന്നും, ഇത് ആവശ്യമുണ്ടെന്ന് തോന്നും. അങ്ങനെ അപ്പൊ കൂളിംഗ് ഓഫ് പീരീഡ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ച് ആക്ഷൻ എടുത്തിട്ട് ഒരു നിശ്ചിത സമയം അതിന് കൊടുക്കുക ഇംപ്രൂവ്മെന്റിന് വേണ്ടി. അത് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആവാം കേട്ടോ. നമ്മളൊരു പ്രശ്നം ഉണ്ട്, പിന്നെ ആളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എന്നിട്ട് 1 ആഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനെന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? അത് ഇംപ്രൂവ്മെന്റ് ഇല്ലെന്നാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ് നമുക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മൾ എടുക്കേണ്ട വഴികൾ. ഇനി മറ്റൊരാൾക്കാരായിട്ടൊക്കെയുള്ള കോൺഫ്ലിക്ട്സ് നമുക്ക് എങ്ങനെയാ നേരിടാൻ പറ്റുക? ആദ്യം തന്നെ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഗ്രൗണ്ടിലാക്കുക. നമ്മൾ വളരെ കാമായിരിക്കണം. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ നല്ല ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുക, ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരാൾ അവരെന്തായാലും ഒരു സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി നമ്മൾ അവരെയും തയ്യാറെടുപ്പിക്കേണ്ടി വരും. എന്നിട്ട് അവര് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറായിരിക്കണം. ഓക്കെ. അവര് സംസാരിക്കട്ടെ, നന്നായിട്ട് നമ്മൾ ലിസൺ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ അവര് പറയുന്നത് തെറ്റിദ്ധരിക്കാത്ത രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയെന്ന് ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ അങ്ങോട്ട് അതല്ലേ എന്ന് തന്നെ ചോദിക്കുക. അപ്പൊ അങ്ങനെ പാരഫ്രൈസ് ചെയ്യാന്ന് റീഫ്രൈസ് ചെയ്തൊക്കെ നമുക്ക് ചോദിക്കുക. അതല്ലേ ഉദ്ദേശിച്ചേ എന്നൊക്കെ ചോദിക്കുക. നല്ല രീതിയിൽ മനസ്സിലാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മ്യൂച്വലി ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഇനി അഥവാ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ അടുത്തേക്ക്, ഒരു മീഡിയേറ്ററിന്റെ അടുത്തേക്ക് പോകേണ്ടി വരും. എന്നിട്ട് തീർച്ചയായിട്ടും പ്രൊഫഷണൽ ആയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സമയത്തിനും അവരുടെ ക്ഷമയ്ക്കും നന്ദി പറഞ്ഞു വേണം നമ്മളത് അവസാനിപ്പിക്കാനായിട്ട്. പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോ ഈ കോൺഫ്ലിക്ട് മാനേജ്മെന്റിന്റെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പൊ ആ കോൺഫ്ലിക്ട് മാനേജ്മെന്റിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ എന്തൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ് റെക്കഗ്നൈസ് ചെയ്തു, എന്താണ് കാരണങ്ങൾ റെക്കഗ്നൈസ് ചെയ്തു, ഏത് സ്റ്റൈലാണ് 5 സ്റ്റൈല് പറഞ്ഞു അല്ലെ. 5 സ്റ്റൈലിൽ ഏതാണ് എടുക്കേണ്ട അപ്രോച്ച് എടുക്കുക. പിന്നെ എപ്പോഴും നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും എന്തിലായിരിക്കും ഉറച്ചു നിൽക്കുന്നത്? കൺസ്ട്രക്റ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതിലായിരിക്കും.
ഇനി അതിപ്പോ ബിഫോർ, ഇനി ഡ്യൂറിങ് ആ ഒരു സമയത്ത് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മറ്റാൾക്കാരുടെ ആറ്റിറ്റ്യൂഡും പെർസ്പെക്ടീവ്സും ഒക്കെ റെസ്പെക്ട് ചെയ്യണം. അതേപോലെ നമ്മൾ വളരെ പേഷ്യന്റ് ആയി നമ്മൾ ക്ഷമയോട് കൂടി ഇരിക്കണം. ലിസൺ മോർ, നമ്മൾ നന്നായിട്ട് ലിസൺ ചെയ്യുക. നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, റീഫ്രേസ് ചെയ്യുക, പാരഫ്രേസ് ചെയ്യുക, വീണ്ടും അവര് പറഞ്ഞത് അത് തന്നെയല്ലേ എന്നൊക്കെ നമ്മൾ തിരിച്ചു ചോദിക്കുക, അങ്ങനെ കൺഫേം ചെയ്യുക, മെസ്സേജ് പ്രോപ്പർ അല്ലേ എന്ന് എന്തായാലും നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ പ്രോബ്ലം സോൾവിങ്, എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് ചിന്തിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഐഡിയലി വരുന്നൊരു കോൺഫ്ലിക്ട് മാനേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ആഫ്റ്റർ എങ്ങനെയായിരിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചിട്ടുണ്ടാവും. ഈ കോൺഫ്ലിക്റ്റിന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ കുറെ ആൾക്കാർ മിണ്ടാതിരിക്കുന്നുണ്ടാവും, അല്ലെ, വഴക്കൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ ആ റിലേഷൻഷിപ്പ് ഹീലാവും. അവരങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞത് അവർ നല്ല ഫ്രണ്ട്സ്, അവരങ്ങോട്ട് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെ, പരസ്പരം മനസ്സിലാക്കി മുമ്പുണ്ടായ കോൺഫ്ലിക്റ്റ് ഒക്കെ ഇന്ന കാരണങ്ങൾ കൊണ്ടൊന്ന് മനസ്സിലാക്കി, ചിലപ്പോൾ തെറ്റിദ്ധാരണകളായിരിക്കാം, അതൊക്കെ അവിടെ റിസോൾവ് ചെയ്തപ്പോ അവിടെ ആ ഒരു ബന്ധങ്ങൾ ദൃഢമായി. അപ്പൊ ഇതൊക്കെയാണ് കൺസ്ട്രക്ട്. അപ്പൊ ജോലി സ്ഥലത്താണെങ്കിൽ പിന്നെ അവര് നല്ല ഊർജ്ജസ്വലതയോടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക, കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് പോസിറ്റീവ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. കൺസ്ട്രക്റ്റീവ് ഇഫക്റ്റ് ആണ് അപ്പൊ അതിന്റെ റിസൾട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇതാണ് ഇത്രയാണ് നമുക്ക് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഉള്ള. നമുക്കൊരു സേയിങ് ഉണ്ട്, ഒരു പിന്നെ കോട്ട് ഉണ്ട്. വെയിൻ ഡയർ എന്ന് പറഞ്ഞൊരു മോട്ടിവേഷൻ സ്പീക്കർ ആൻഡ് ഓത്തർ. ആള് പറയുന്നത് കോൺഫ്ലിക്ട് കനോട്ട് സർവൈവ് വിതൗട്ട് യുവർ പാർട്ടിസിപ്പേഷൻ. നിങ്ങളുടെ പങ്കുചേരലില്ലാതെ, പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ കോൺഫ്ലിക്ട് പോസിബിൾ അല്ല. നമ്മൾ നേരത്തെ പറയുന്നത് രണ്ട് കൈയും കൂട്ടിയിട്ട് ചില ശബ്ദം ഉണ്ടാവും നമ്മൾ പറയില്ല, അതേപോലെ തന്നെ നമുക്കിവിടെ രണ്ട് കൈയും കൂട്ടിയിടിക്കണം. നമുക്ക് പക്ഷെ അറിയാം എങ്ങനെയാണ് ഒരു കോൺഫ്ലിക്ട് മാനേജ് ചെയ്യപ്പെടുക എന്നുള്ള കാര്യം നമുക്ക് അറിയാം, അല്ലെ? അപ്പൊ നമുക്ക് വെറുതെ കൈയടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഇതിൽ എന്തൊക്കെയാ കണ്ടത്? നമ്മൾ മുമ്പ് എന്തൊക്കെയായിരുന്നു ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നത്, അതൊക്കെ മനസ്സിലായോ? കോൺഫ്ലിക്റ്റ് എന്താണ്, അതിന്റെ ഇഫക്റ്റ്, കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് ഇഫക്റ്റ്, അതുപോലെ തന്നെ അതിന്റെ കോസസ്, അല്ലെ, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, 5 സ്റ്റൈൽസ് ഓഫ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാം, അല്ലെ, നേരത്തെ പറഞ്ഞല്ലോ. അവനവർക്കുള്ള കോൺഫ്ലിക്ട്സ് എങ്ങനെയാ ചെയ്യേണ്ടതെന്നും മറ്റൊരാളെ എങ്ങനെ കോൺഫ്ലിക്ട് നമ്മൾ സോൾവ് ചെയ്യാന്നുള്ളത്. ഇത്രയാണ് നമ്മൾ ഇന്നിപ്പോ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കിയത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനോ സംശയങ്ങളോ ഉണ്ടോ കോൺഫ്ലിക്ട് മാനേജ്മെന്റിനെ പറ്റി? ഓക്കെ, അപ്പോ എന്നെ ശ്രദ്ധിച്ചു കേട്ടതിന്, എന്റെ ഈ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും എന്റെ നന്ദി. ഫൈസൽ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോ താങ്ക് യു. ഓക്കെ, ഹനീഷ് സാർ, വളരെ സന്തോഷം. കോൺഫ്ലിക്ട് മാനേജ്മെന്റ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഇവിടെ ഇത്ര നേരം സംസാരിച്ചത്. ഓവറോൾ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല, അല്ലെ? നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ജോലി സ്ഥലത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും, ജോലി സ്ഥലം, കുടുംബം, സമൂഹം, ഇവിടെയൊക്കെ ഇടപെടുമ്പോൾ കോൺഫ്ലിക്റ്റുകൾ സ്വാഭാവികമായിട്ട് രൂപപ്പെടും. നമ്മൾ ഉദ്ദേശിക്കാത്ത പലതും പലരും ഉദ്ദേശിച്ചുകൊണ്ട് ചിലപ്പോൾ നമ്മളോട് പെരുമാറാം. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ഓവറോൾ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ഈ ലാസ്റ്റ് പറഞ്ഞില്ലേ പാർട്ടിസിപ്പേഷൻ എന്നുള്ളത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ കൂടുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോഴാണ്. എപ്പോഴും നമ്മൾ ആ കോൺഫ്ലിക്റ്റിന്റെ ഒരു പരിഹാരമായിട്ട് നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകേണ്ടത് ഈ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. പലപ്പോഴും പല ആളുകൾക്കും കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ കോൺഫ്ലിക്റ്റ് കൂടി വരും. ഇപ്പോ ഒരു ടീമിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ഒരു സ്റ്റക്ക് വരുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് കൂടി വരും. നമ്മളെ വീട്ടിലായി കഴിഞ്ഞാലും നമുക്ക് ഒരാളോട് സംസാരിക്കണം, ബട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, സ്റ്റക്ക് വരുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പിറകിലേക്ക് പോകുന്നവർക്ക് ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് കൂടാൻ സാധ്യതകളാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാനേജർക്ക് എംപ്ലോയീസിനോടും എംപ്ലോയീസിന് മാനേജറോടും രണ്ടും ഉണ്ട്. ചില മാനേജർമാർക്ക് തീരെ തന്റെ സ്റ്റാഫുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പരാജയമായിരിക്കും. അവിടെയാണ് നേരത്തെ പറഞ്ഞ കോൺഫ്ലിക്റ്റുകളോട് ചില ഉദാഹരണങ്ങൾ അനീഷ് സാർ പറഞ്ഞില്ലേ. അവിടെ മാനേജർ എന്ന് പറയുന്ന ഒരു വേർഡിൽ തന്നെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റ്. ആ മാനേജ് ചെയ്യാൻ
പറ്റാതെ പോകുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ. അപ്പോ ഈ ഒരു പ്രശ്നം ഇഷ്യൂ വരുന്നു, കോൺഫ്ലിക്റ്റ് വരുന്നു. ഹസ്ബൻഡും വൈഫും കമ്മ്യൂണിക്കേഷൻ അല്ലെ, പൂർണ്ണമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ അവിടെയും കോൺഫ്ലിക്റ്റ് വരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് അവർ അറിയേണ്ടത്, അവർക്ക് അറിയിക്കേണ്ടത് എന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പൂർണ്ണാർത്ഥത്തിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയേറെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ എല്ലാവരെയും പരിഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ കോൺഫ്ലിക്റ്റിന്റെ കുറെ തലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പാർട്ടിസിപ്പൻസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ സാറിന്റെ അവതരണത്തിന് ഫീഡ്ബാക്ക് പറയാനും അവസരമുണ്ട്. അപ്പോൾ ഓഡിയൻസിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അതല്ലെങ്കിൽ ഫീഡ്ബാക്കുകളോ ഉണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ്. എല്ലാവർക്കും കോൺഫ്ലിക്റ്റ് ഉണ്ടായി കാണുമല്ലോ, എവിടെയെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായി കാണും, ഉണ്ടാകാതിരിക്കില്ല. അത് ഷെയർ ചെയ്ത അതെ അതെ അതെ, കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ആരുണ്ടാവില്ല അല്ലേ. അതെ ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സർ സർ ഞാൻ എക്സ്പീരിയൻസ് അല്ല, ഞാനൊരു ചെറിയ ഫീഡ്ബാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഗുഡ് ഈവനിങ് ഹനി സർ. ഗുഡ് ഈവനിങ് ശാലിനി മാം, പറഞ്ഞോളൂ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. താങ്ക് യു. അത്യാവശ്യം എനിക്ക് തോന്നുന്നു കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഫൈസൽ സാർ പറയുന്നത് പോലെ നമുക്ക് എല്ലാ മേഖലയിലും ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരു ടോപ്പിക്കാന്ന് തോന്നുന്നു അല്ലെ. ഏതൊരു നമ്മളിപ്പോ ജോലി മാത്രമല്ല, നമ്മുടെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സകല മേഖലകളിലും നമുക്ക് ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരു ടോപ്പിക്കാന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഓവറോൾ നന്നായിരുന്നു സാർ. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് തലങ്ങളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് കുറച്ചും കൂടി അവയർനെസ്സും കാര്യങ്ങളൊക്കെ സാറിന് തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ സംസാരിക്കുമ്പോൾ കുറച്ച് സാറ് പറയുന്നുണ്ട് അത്യാവശ്യം തമാശകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എങ്കിലും പിച്ചിലൊന്ന് വേരിയേഷൻ വരുത്താന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി നമ്മള് സാറിന്റെ വളരെ നല്ല ശബ്ദമാണ്, നമുക്ക് കേട്ടിരിക്കാൻ വളരെ കൂളാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടോന്ന് തോന്നുന്നു, വളരെ കൂളാണ്, കേട്ട് ഇങ്ങനെ ഇരുന്ന് പോവും. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് ചില കാര്യങ്ങൾ പറയുമ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ പിച്ചിലൊക്കെ ഒന്ന് മാറ്റം വരുത്താൻ തോന്നുന്നു അല്ലെ. അപ്പൊ കുറച്ചുകൂടി രസകരമായിട്ട് നമുക്ക് ആ ഒരു കേട്ടിരിക്കാൻ കുറച്ചുകൂടെ രസമായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു ക്ലാസ് ഓവറോൾ. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സാറിന്റെ അടുത്ത് പറയണമെന്ന് തോന്നി, അതാണ് ഞാൻ ഫീഡ്ബാക്ക് പറയാന്ന് വെച്ചത്. എക്സ്പീരിയൻസ് അതിന് എന്നെ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതും ഫസ്റ്റ് ഓഫ് ഓൾ സാറാണ് നമ്മുടെ ബാച്ചില് ഇങ്ങനെ ഒരു ഹാഫ് സെഷനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സംസാരിക്കുക, അതൊരു ലക്കും കൂടിയാന്ന് വിചാരിക്കുന്നു. പക്ഷെ ആ ഒരു ഒരു ഹാഫ് ആൻ അവർ ഫസ്റ്റ് സെഷൻ എന്നുള്ള യാതൊരു ടെൻഷനും നെർവസും സാറിന് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതൊരു ശരിക്കും പ്ലസ് പോയിന്റ് ആണെന്ന് തോന്നുന്നു. സ്വതവേ തീർച്ചയായിട്ടും 2 തവണ ചെയ്യിപ്പിച്ച് ഈ പരുവത്തിലാക്കിയത്. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടി ആ സമയപരിധി ഇങ്ങോട്ട് കൂടി വരികയാണല്ലോ. അപ്പൊ കുറച്ച് ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് എന്തായാലും നെർവസ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ സാറിന് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് ഫീൽ ചെയ്തില്ല. വളരെ കൂളായിട്ട് ആ ഒരു ഹാഫ് ആൻ അവർ സാറ് യൂസ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സാറിന്റെ സൗണ്ടില് അന്നും അത് ഫൈസൽ സാറ് പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. പിച്ചില് ചില സമയത്ത് ഒരു വേരിയേഷൻ വരുത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അട്രാക്റ്റഡ് ആവുമെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മൾ ഓൾറെഡി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയാം എങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയെന്നുള്ളതാണ്. നമ്മൾ സ്വീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചുകൂടി സാർ അതിൽ പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ചെറിയൊരു ഏകദേശം ഐഡിയ കിട്ടിയെന്നുള്ളതാണ്. അതെന്തായാലും വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് സർ. എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ അവസരം തന്നതിൽ താങ്ക് യു സോ മച്ച് ഫൈസൽ സർ. താങ്ക് യു. ഗ്രേറ്റ്. എന്തായാലും സന്തോഷം.
തീർച്ചയായിട്ടും ഇതൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം എല്ലാവർക്കും ഇംപ്രൂവ് ആകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും മനോഹരമായിട്ട് അവരുടെ ഒരു നോളജിനെ, അവരുടെ ഒരു അറിവിനെ, അവരുടെ എക്സ്പീരിയൻസിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ നവീകരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പോകണം. നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പിച്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും, നമ്മുടെ ആക്ഷൻസ് ആയി കഴിഞ്ഞാലും, അതേപോലെ തന്നെ നമ്മളുടെ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയി കഴിഞ്ഞാലും, സ്റ്റോറി ആയി കഴിഞ്ഞാലും, കൊട്ടേഷൻ ആയി കഴിഞ്ഞാലും, എന്തോ ആയി കഴിഞ്ഞാലും നമ്മളതിൽ ഏറ്റവും മനോഹരമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം, ട്രെയിനിങ് പ്ലാറ്റ്ഫോം നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മൾക്ക് പൂർണ്ണമാവാൻ കഴിയില്ല. നമ്മൾ സെറ്റായി റെഡിയായി എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ വീണ്ടും വീണ്ടും എപ്പോഴും മനോഹരമായിട്ട് കൊണ്ടുവരിക, ഏറ്റവും നന്നായിട്ട് പെരുമാറാനും ഏറ്റവും നന്നായിട്ട് സംസാരിക്കാനും നമ്മൾക്ക് എപ്പോഴാണോ കഴിയുന്നത് അപ്പോഴാണ് നമ്മളുടെ ലൈഫ് ഏറ്റവും ഉന്നതിയിലേക്ക് പോകുക, അല്ലെ? നമ്മളുടെ ഒരു വാക്ക് കൊണ്ട്, സംസാരം കൊണ്ട്, നോട്ടം കൊണ്ട്, ഒരു സാന്നിധ്യം കൊണ്ട് ഒക്കെ ഒത്തിരി ആളുകൾക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, അല്ലെ? വിശേഷിച്ചും ഇന്നത്തെ കാലത്ത് സംഘർഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു നോട്ടം കൊണ്ട് പോലും, അത് നമുക്കിപ്പോ മനസ്സിലാവില്ല, ഒരു നോട്ടം മതിയാവും. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റാറ്റസിനിടുന്ന ഒരു ലൈക്ക് പോലും പല ആളുകൾക്കും ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ലൈഫിലെ ഓരോ അനക്കത്തിനും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുക, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കുക, സാമൂഹികമായിട്ട് നമ്മൾ ഇടപഴകുക, നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുക. അങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോ ഇന്നത്തെ സെഷനിൽ ശാലിനി മാം ഇവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, ഫീഡ്ബാക്ക് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചതിന് ശേഷം നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. ഹായ് സർ. ഹായ് ജംഷിദ മാം. ഞാന് സാറിന്റെ ഫസ്റ്റ് ഒരു ചോദ്യം എന്നോടായിരുന്നു, പക്ഷെ എനിക്കത് മറുപടി പറയാനുള്ള ഇതിലല്ലായിരുന്നു ഞാൻ ഇരുന്നത്. സാരമില്ല മനസ്സിലായി. അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത് കേട്ടോ. വേറെ ഒന്നും മനസ്സിലാവും. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഞാൻ എവിടെ ഇരുന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലാസ്സിനൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് കോൺഫ്ലിക്ട്സ് എന്താന്നുള്ളത് നല്ലപോലെ മനസ്സിലാക്കി തന്നു. പിന്നെ സാർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്കൊരു ഇത് തോന്നിയത് എന്താന്ന് വെച്ചാല്, പണ്ടൊക്കെ ഈ ബസ്സിലൊക്കെ നമ്മൾ പോണ സമയത്ത് ബസ്സിൽ ആളുകൾ തമ്മിൽ അടി കൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ നിസ്സാര കാര്യം മതി അങ്ങോട്ട് അങ്ങനെ അടിപിടി കൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അധികം ഇങ്ങനെ കാണാത്തത് നമ്മൾ ചിലപ്പോ നമ്മുടേതായ സ്വന്തം വാഹനങ്ങളിലൊക്കെ പോകുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ ആയിട്ട് ഉള്ളതാണ് സംഭവങ്ങള്. പിന്നെ മൊത്തത്തിൽ നല്ല കൂളായിട്ടാണ് സാറ് ക്ലാസ് എടുത്തത്. നല്ലൊരു ഫ്ലുവന്റ് ആയിട്ട് നല്ല കാര്യങ്ങൾ പോലെ പറഞ്ഞു. അതെല്ലാമാണ് എനിക്ക് ഫീഡ്ബാക്കിലൂടെ അറിയിക്കാനുള്ളത്. താങ്ക് യു ജംഷിദ മാം, വളരെയധികം സന്തോഷം. വെൽക്കം സർ. ഓക്കെ, താങ്ക് യു ജംഷിദ മാം. നമസ്കാരം ചന്ദ്രൻ സാർ, എന്തുണ്ട് വിശേഷം? സുഖാണ് സാർ, സുഖം. ഓക്കെ. ഹനീഷ് സാർ നമസ്കാരം. നമസ്കാരം. സാറിന്റെ ക്ലാസ് മുതലൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്കൊരു വ്യത്യസ്തത, ആ ഒരു പ്ലസന്റ് ഫേസും അതുപോലെ തന്നെ സാറിന്റെ ഒരു ശൈലി, അതൊരു വേറിട്ട ശൈലിയാണ്. സാധാരണ നമ്മളെല്ലാവരും ക്ലാസ് ചെറുതായിട്ടൊക്കെ എടുക്കും. പക്ഷെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം ചിരിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ സാറ് തുടക്കം അവസാനം വരെ ചിരിച്ച് നല്ല പ്ലസന്റ് ഫേസോട് കൂടിയിട്ട് സംസാരിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു പോയിന്റ് ആണ്. കാരണം അത് എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ല. ബാക്കി എല്ലാ ക്വാളിറ്റീസും ഉണ്ടെങ്കിലും ചിരി എന്നുള്ളത് മനുഷ്യനെ വേർതിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ചിരി. പക്ഷെ എന്നിരുന്നാലും അത് വളരെ കുറവാണ് എല്ലാവരും. പക്ഷെ അത് സാറിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ്.
പിന്നെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലും അല്ലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ രീതിയിൽ ലോകം ഇത്രയും ഡെവലപ്പ് ആയിട്ടുള്ളത് അല്ലെ. അഭിപ്രായങ്ങളെ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിന്റെ അതെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. അപ്പൊ ശരിക്ക് ഒരു ശരിയും ഒരു തെറ്റുമല്ല ശരിക്കും എപ്പോഴും ഏറ്റുമുട്ടുന്നത്, രണ്ട് ശരികളാണ്. അപ്പൊ അതെ. എന്റെ ശരിയാണോ മറ്റുള്ളവന്റെ ശരിയാണോ എന്നുള്ളതാണ്. ഇപ്പൊ എന്റേതാണ് ശരിയെങ്കിൽ മറ്റുള്ളവനെ അംഗീകരിക്കാനും മറ്റുള്ളവന്റേതാണ് ശരിയെങ്കിൽ എന്നെ അതിനേറ്റ് കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ലോകം എന്നൊക്കെ എത്തി നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ ആശയങ്ങൾ തന്നെയാണ്. അപ്പോൾ ആശയങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവണം. നമ്മുടെ വീട്ടിലായാലും നമ്മുടെ ദാമ്പത്യത്തിലായാലും നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവണം. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ ടോപ്പിക്കിൽ ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ച കാര്യം അത് തന്നെയായിരുന്നു. അപ്പൊ ഏറ്റവും അതിന്റെ ബെറ്റർ സൊല്യൂഷൻ എന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൂട്ടുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും. ഇപ്പോൾ പരസ്പരം തുറന്ന് നമ്മളൊരു നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മേക്കപ്പ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ ഒരു സെക്ഷൻ അതിനെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ സാറിന്റെ ഏതൊരു മീറ്റിംഗിൽ ഞാൻ സ്വാഗതം പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറിന്റെ ആ ഒരു അവതരണം. ശരി, അതൊരു മീറ്റിംഗിൽ സ്വാഗതം പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നു. അപ്പോൾ വളരെ പ്രസന്റ് ആണ്. അപ്പൊ ഇത് കീപ്പ് ഇറ്റ് ചെയ്യുക. അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു ചന്ദ്രൻ സാർ, ഫീഡ്ബാക്ക് പറഞ്ഞതിന്, അതിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞതിന്, എന്റെ പോസിറ്റീവ് എടുത്ത് പറഞ്ഞതിന് വളരെ സന്തോഷം. അതൊക്കെ ആയിരിക്കും പിന്നീട് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഊർജം തരുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം ചന്ദ്രൻ സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ ഓക്കെ ഗ്രേറ്റ്. കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിലും വളരെ പുഞ്ചിരിച്ചിട്ടാണ് പല ക്ലാസ് എടുത്തത് എന്ന് പറഞ്ഞ പോലെയാണ്. വണ്ടർഫുൾ. ഓക്കെ, വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും കോൺഫ്ലിക്റ്റിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തില്ല. അത് മറന്നു കളഞ്ഞതായിരിക്കും. അപ്പൊ പിന്നെ വീണ്ടും ഓർക്കാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും. ഓക്കെ ഗ്രേറ്റ്. എന്തായാലും സന്തോഷം. നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ് ബാച്ചിന്റെ 17ാമത്തെ ബാച്ചാണ് നമ്മൾ ഇപ്പോ ഇങ്ങനെ അവസാനത്തിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ അതിന്റെ അടുത്തൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഒരു വീക്കിന് ശേഷം. കുറെ പേര് ഇങ്ങനെ എൻക്വയറി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് ഇങ്ങനെ തുടങ്ങാതെ വെച്ചിരിക്കുകയാണ്. അപ്പോ ട്രെയിനിങ് മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്ന, അതല്ലെങ്കിൽ കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് സംസാരിക്കണം, എങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിട്ട് സംസാരിക്കുക, അതല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എവിടെയെങ്കിലും സ്കൂളിലോ മറ്റെവിടെയെങ്കിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പോയിട്ട് ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ആളുകളെ ഡീൽ ചെയ്യണം, എങ്ങനെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് എങ്ങനെ നല്ലൊരു മനുഷ്യനാകണം എന്നത് നമുക്ക് ഒരു ചർച്ച, ഒരു ഡിസ്കഷൻ ആയിട്ട് ഒരു 2 മാസത്തെ കോഴ്സിലൂടെ എങ്ങനെ നമ്മൾ പഠിച്ചു പോകുന്ന ഒരു രീതിയാണ് നമ്മൾ പ്രൊഫഷണൽ ട്രെയിനിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് ഒരു കൾച്ചർ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഒരു കൾച്ചറാക്കി മാറ്റി നമ്മൾ ഒന്ന് സ്ഫുടം ചെയ്യുന്ന ഒരു രൂപത്തിൽ നമ്മൾ അതിനെ മാറ്റിയെടുത്ത് അങ്ങനെ ഒരു പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. ആ രീതിയിൽ നമുക്ക് 17 ബാച്ചുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 200 താഴെ വരുന്ന ട്രെയിനർമാർ നമ്മളുടെ അണ്ടറിലൂടെ ഇറങ്ങാൻ പറ്റി എന്നൊക്കെയുള്ളത് ഭയങ്കര സന്തോഷമാണ്. അപ്പോ ഇന്ന് ഹനീഷ് സാറാണ് 17ാമത്തെ ബാച്ചിൽ നിന്ന് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഹനീഷ് സാറിന് ഇനിയും ഒരുപാട് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇനിയും പിന്നെ ടോപ്പിക്കുകൾ എടുക്കണം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മിനിമം 10 ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ട് ഇവിടെ മാത്രമല്ല നമുക്ക് പുറത്തും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം നമ്മളുടെ അക്കാദമിയെ നിന്ന് ട്രെയിനിങ് കഴിയുന്നവരെ അന്വേഷിച്ച് വരുന്ന 2-3 സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാം. അങ്ങനെ ഒരു 10 ടോപ്പിക്കിലെങ്കിലും നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും, നമ്മൾ മുന്നോട്ട് പോവുക, നമ്മുടെ കരിയറിനെ നമ്മൾ ബിൽഡപ്പ് ചെയ്യുക. ആ രീതിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഹനീഷ് സാറിന് പ്രത്യേകം സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്ന, ശ്രവിച്ച, ഫീഡ്ബാക്കുകൾ പറഞ്ഞ, അതേപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലെ ഈ ഒരു ട്രെയിനിങ് സ്റ്റോക്കിന്റെ 62ാമത്തെ എപ്പിസോഡ് നമ്മളിവിടെ
അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷങ്ങൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു all. ബൈ ബൈ.